ഔസേപ്പനും ലോനപ്പൻ നിലനിർത്തി ആ കുടുംബത്തിന്റെ പാരമ്പര്യം അതാണ് മെയിൻ. അതാണ് ഈ ഫസ്റ്റ് പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഫുള്ള് പുഷ്പേട്ടൻ ബിബിയേട്ടൻ നമ്മൾ റൈഫിൾ ക്ലബ്ബ് തന്നെ കാണാൻ. നല്ല റൈഫിൾ ക്ലബ്ബ് എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. നല്ല അഭിപ്രായം നമ്മളെ റിവ്യൂ ഉണ്ടായത് കഴിഞ്ഞു. ഓക്കെ, നേരം ഈ പടം തുടങ്ങാൻ ടൈമായി. നമ്മൾ ഫുജറ എന്ത് ക്ലാസ് ആയിരുന്നു? സ്റ്റാർ സിനിമ ദാന ക്ലാസ്സിലാണ് വന്നത്. യു ആർ ഗൈസ് വെയിറ്റിംഗ്, പടത്തിനുള്ള വെയിറ്റിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ പടം തുടങ്ങിയിട്ടുള്ള പടം കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ദിലീഷ് പോത്തന്, ഹനുമാൻ കൈണ്ട്, അതേമാതിരി വിജയരാഘവന്, അതേമാതിരി മറ്റേ ഇതിലുള്ള കോഴിക്കോട്ടുകാരി സുരഭി മറന്നുപോലേ നമ്മളെ കോഴിക്കോട്ടുകാര് കോഴിക്കോട്ടിലെ. ഓക്കെ ഓക്കെ ഓക്കെ. ഫസ്റ്റ് അപ്പൊ ഇന്റർവെല് എങ്ങനെയുണ്ട് ഇതുവരെ? അടിപൊളി. ഹനുമാൻ കൈൻഡിന്റെ സ്വാഗ് മോനെ ഫുൾ ഫസ്റ്റ് സ്വാഗ്. നല്ല ആക്ടിങ്. മലയാള സിനിമയിൽ ചെറിയൊരു വളരെ മാറ്റം വന്ന ഒരു സിനിമയാണ് സംശയം. ഞാൻ കണ്ടിട്ട് എനിക്ക് മലയാള സിനിമ തന്നെയാണെന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു നമ്മുടെ കേരളത്തിലെ വയനാട് കേരളം എന്ന് പറയുന്നത് തന്നെ ഞാൻ പറയുന്ന ആ സിനിമ കണ്ടപ്പോൾ നമ്മുടെ ആ സ്ഥലം തന്നെയാണെന്ന് തോന്നിപ്പോകുന്നു. സിനിമാറ്റോഗ്രാഫി അടിപൊളി. ഇതുവരെ ഇനി ഏതായാലും സെക്കൻഡ് ഹാഫ് കാണേണ്ട ബാക്കിയുള്ള നമ്മൾ തരുന്നതാണ്. ബിബിൻ വാഷ്റൂമിലാണ്. അതുകൊണ്ട് നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയാം. ഫുൾ ഡീറ്റെയിൽ. ഓക്കെ ബൈ. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണോ ആദ്യം മുതൽ അവസാനം. ഈ കഥയുടെ ഇതെന്താ വെച്ചാല് ഔസേപ്പനും ലോനപ്പൻ നിലനിർത്തി ആ കുടുംബത്തിന്റെ പാരമ്പര്യം അത് നിലനിർത്തി. ലോനപ്പൻ കറിയാച്ചന്റെ കൊച്ചൗസേപ്പന്റെ ലോനപ്പനാണ് ദിലീഷ് പോത്തന് അടിപൊളി. സെക്രട്ടറി അവറാൻ എടുത്തു പറയണ്ടേ ദിലീപ് പോത്തൻ. യോ ഗൈസ്, അപ്പോൾ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അജസിന്റെ ഷോപ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയണ്ടേ? പ്രത്യേകിച്ച് പുഷ്പകരേട്ടന്റെ ഫസ്റ്റ് പടം UAE തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് അല്ലേ? ഇപ്പൊ എത്ര വർഷം UAE? 8 വർഷമല്ലല്ലോ ഫസ്റ്റ് ടൈം. അത് നമ്മളെ കൂടെ അപ്പോ ഭാഗ്യണ്ടായി. അപ്പൊ ആ പടം റൈഫിൾ ക്ലബ്ബ് പടം എന്ന് പറയാനുള്ളത് ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകും. അത് ലാസ്റ്റ് വരെ ഉണ്ട്. സിനിമാറ്റോഗ്രാഫി പൊളി ആഷിഖ് കപൂറിന്റെ. അതേമാതിരി റൈറ്റേഴ്സ് 3 ആൾക്കാരുണ്ട്. ശ്യാം പുഷ്കർ, പിന്നെ വേറെ 2 ആൾക്കാരും കൂടി ഉണ്ട് റൈറ്റേഴ്സ്. ആരൊക്കെ ആയിരുന്നു അത്? ദിലീഷ് കരുണാകരൻ, സുഹാസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ലെവലല്ലേ നല്ല രസം കാണാം. പണം കാണുമ്പോ തന്നെ അതാണ് മെയിൻ. ഒരു ലാഗ് ഒന്നും തോന്നിയിട്ടില്ല, ഇവിടെ ബോർ അടിച്ചിട്ടില്ല. അതാണ് മെയിൻ. അതാണ് ഈ ഫിലിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. പിന്നെ പറയാനുള്ളത് ആക്ടിങ്. ഫസ്റ്റ് പറയാനുള്ളത് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഫുള്ള് സ്വാഗായി തോന്നിയത് ഹനുമാൻ കൈണ്ട്. ആ ഫസ്റ്റ് ഹാഫിൽ അവൻ തൂക്കി. മലയാള സിനിമയ്ക്ക് ഒരു പുതിയൊരു നടന്നു കിട്ടിയില്ലേ? വേറെ ലെവൽ. അത് നടത്തും അതൊക്കെ അത് പൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹനുമാൻ കൈണ്ടിന്റെ അത്. പിന്നെ അനുരാഗ് കശ്യപ് അടിപൊളി. നല്ലൊരു ക്യാരക്ടർ കിട്ടി. അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഉപയോഗിച്ചു. പിന്നെ പറയാനുള്ള ദിലീഷ് പോത്തൻ. ദിലീഷ് പോത്തനും പൊളിച്ച്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ സുരഭി ആണെങ്കിലും അതേമാതിരി പിന്നെ വാണി വിഷ്ണുനാഥ്. ദിലീഷ് പോത്തന്റെ ഫസ്റ്റ് ഷോട്ട് എന്താ ആക്ടിങ് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല രസമായിട്ട്. അതേമാതിരി ഉണ്ണിമായ അല്ലേ? ഉണ്ണിമായല്ലോ എന്റെ വൈഫായിട്ട് സെക്രട്ടറി അവറാച്ചൻ എന്ന ക്യാരക്ടറായിരുന്നു നമ്മളെ ദിലീഷ് പോത്തൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പൊളി. പിന്നെ വിജയരാഘവനൊക്കെ നൈസായിട്ടുള്ള ഒരു സെറ്റ്. അതൊക്കെ ദർശനക്കും നല്ലൊരു ക്യാരക്ടർ കിട്ടി അല്ലേ? ഒരു വെറൈറ്റി. എല്ലാവർക്കും ഒരു വ്യത്യസ്ത.
വാണി വിശ്വനാഥാണെങ്കിലും പിന്നെ നമ്മളെ കൺവിൻസ് സ്റ്റാർ അതെ സുരേഷ് കൃഷ്ണ. സുരേഷ് കൃഷ്ണ പക്ഷെ ഇതിൽ നല്ലൊരു ക്യാരക്ടർ അല്ലേ, നല്ലൊരു പിന്നെ റംസാൻ. റംസാനും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ, ആൾക്കാരൊന്ന് കണ്ട് ഇഷ്ടപ്പെടും അല്ലേ, ഒരു കുറച്ച് എന്തെങ്കിലും ചെയ്യാൻ കാട്ടി. പിന്നെ അതേമാതിരി നമ്മളെ വിനീത് നല്ലൊരു ക്യാരക്ടർ. പിന്നെ മറ്റവൻ വിഷ്ണു അഗസ്ത്യ മറ്റേ പയ്യനല്ലേ വേറെ താടി അത് സെറ്റ്. പിന്നെ എല്ലാവരും മുതലാക്കി അടിപൊളിയായിട്ട് ആഷിഖ് കപൂർ യൂസ് ചെയ്തിട്ടില്ല എല്ലാരും. ഒരു ബോറടിക്കുന്ന രീതിയിലല്ല. പിന്നെ ഫസ്റ്റ് ഹാഫില് അമേരിക്കൻ ചെക്കനെ ബിച്ചു അല്ലേ, അത് പറഞ്ഞ ഒരു ക്യാരക്ടറിലുള്ള. പിന്നെ സാധാരണ ഫിലിമൊക്കെ പറഞ്ഞാൽ അവസാനം ഒരു ഫിനിഷിംഗ് പോയിന്റ് നല്ല രീതിയിലല്ല വരിക. പക്ഷെ ഇത് നല്ല വളരെ ക്ലിയർ ആയിട്ട് കുടുംബത്തിന്റെ പാരമ്പര്യം അത് നിലനിർത്തിക്കൊണ്ട് ആ ഹണ്ടിങ് അതാണ് ഈ സിനിമ കാണുന്നതിൽ നമുക്ക് വളരെ ഒരു ഇതെന്താ തോന്നിയെന്ന് വെച്ചാല് അജാസ് കൂടെ ഉണ്ടായിരുന്നില്ല. അത് അതില് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം പോകണം എന്തായാലും ഒരു ദിവസം പോണം അജാസിന്റെ പരം സിനിമ കാണാനുള്ള. അതെ, അല്ലെങ്കിൽ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഡ്യൂട്ടി ടൈം അല്ലേ, ഓരോ ആളുകൾക്കും ഓരോ ഡ്യൂട്ടി അല്ലേ, അപ്പൊ അത് ക്ലിയർ ചെയ്യണം. അവന്റെ സിനിമക്ക് ഷോപ്പ് തന്നെയാണ്. അപ്പം ബോസിനെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് വേണം അജാസിന് ഒരു ദിവസം സിനിമയ്ക്ക് പോവാൻ. ബോസ് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ പറയും ഈ സിനിമക്ക് 5 എത്ര കൊടുക്കും സ്റ്റാർ? 5 എത്ര സ്റ്റാർ കൊടുക്കും ഈ സിനിമയ്ക്കോ? ഒരു 4 കൊടുക്കാം. 4 കൊടുക്കാം. ഞാനും അതിനോട് എല്ലാ ഫാക്ടറും നോക്കണമല്ലോ. നമ്മള് വെറുതെ ചാടി നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ മറ്റേ കൽവിനെ കുറിച്ച് പറഞ്ഞ പോലെ ആയി പോകും. അതെ, അതിന് നിങ്ങൾ മറ്റേ പറഞ്ഞ് എന്നിട്ട് ഇതിന് നിങ്ങൾ അതായിരുന്നു പറയാം. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഒരു 4 കൊടുക്കാം. എല്ലാരും ഒരു 4 കൊടുക്കുക. പിന്നെ ആ ഒരു പാട്ട് ഫസ്റ്റില് കാണുന്ന പാട്ട് സീനും ആ സീനുകളൊക്കെ വളരെ നന്നായിട്ട് ആക്ഷനും കാര്യങ്ങളും. അതാ പയ്യന്റെ നല്ല റംസാന്റെ നല്ല ബാംഗ്ലൂർ ഭാഷ. അതെ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മള് കണ്ണൂർ ഭാഷ അല്ലേ ശരിക്കും അതില് കണ്ണൂരൊക്കെ ഏതാണ്ട് ആ ടച്ച് തന്നെയാ. മാംഗ്ലൂർ ആ ടച്ചാ, നല്ല രസിക ഭാഷയാ, നല്ല രസമായിരിക്കുന്നത്. അത് എടുത്തു പറയുന്നുണ്ട്. ഇവര് അതിശയത്തോടെ നോക്കുന്നുണ്ട്. ആര്? സുരഭി, വാണി വിശ്വനാഥ്. കാസർഗോഡ് ഭാഷ നല്ല ഭാഷ തന്നെയാണ്. കാസർഗോഡ് പ്രശ്നമില്ല. അപ്പം പടത്തിനെ പറ്റി ഇതാണ് നമ്മൾ പറയാനുള്ളത്. പിന്നെ നല്ല ഫോട്ടോഗ്രാഫി കേട്ടോ. നമുക്ക് തോന്നിപ്പോത് നമ്മൾ കേരളം തന്നെയാണോ വയനാട് തന്നെയാണോ, അത്രയും നല്ല വളരെ പണ്ട് ഞാൻ ഒരു ഫിലിം കണ്ട് ചില ഓളങ്ങൾ നടന്ന സിനിമയിലായിരുന്നു ഫോട്ടോഗ്രാഫി ഏറ്റവും നല്ല ബാലു മഹേന്ദ്രന്റെ. എനിക്ക് എന്നതിന് ശേഷം ഞാൻ കാണുന്ന സിനിമ ഫോട്ടോഗ്രാഫി ഇതാണ്. ഇഷ്ടപ്പെട്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതാണ് ബാലു മഹേന്ദ്ര ഏറ്റവും നല്ല ടോപ്പ് തന്നെ. കണ്ടിരുന്നോ ബാലു മഹേന്ദ്രന്റെ? ബാലു മഹേന്ദ്രന്റെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫറെ. ഏതായാലും പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പൈസ മുതലായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് RBR Creation. ഇറ്റ്സ് മീ റാഷിദ്, പുഷ്പഗ്രേട്ടൻ ആൻഡ് ബിപിൻ ബിഹൈൻഡ് ദ ക്യാമറ. ഓക്കെ, സോ എല്ലാരും റൈഫിൾ ക്ലബ് കാണാം. കണ്ടാൽ മുതലാവും. അതെ, അപ്പോ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.